ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. അസുരവര മന്ദിരത്തിൻ്റെ മധ്യത്തിലേക്ക് മാരുതി കടന്നു. ലതാഗൃഹങ്ങൾ, ചിത്രാലയങ്ങൾ, നിശാഭവനങ്ങൾ, ഇങ്ങനെ ഓരോന്നോരോന്നായി വായുപുത്രൻ ദേവീദർശന കാംക്ഷയോടെ നോക്കി നോക്കി മുന്നോട്ട് വന്നു. എന്നാൽ വൈദേഹിയെ മാത്രം കാണുന്നില്ല. രഘുവംശതിലകൻ്റെ ധർമ്മധാരങ്ങളെ എവിടെയും കാണാഞ്ഞപ്പോൾ ആ മഹാത്മാവിൻ്റെ ഹൃദയത്തിൽ പലവിധ ചിന്തകൾ ഉദിച്ചു. ഒരുപക്ഷെ ദേവി ഇഹലോകവാസം തന്നെ വെടിഞ്ഞിരിക്കുമോ? ജനക മഹാരാജപുത്രിയെ ഒരിടത്തും കാണുന്നില്ല. ചാരിത്ര്യ സംരക്ഷണത്തിന് മാനിനീനഗ്നമായ ദേവി യജ്ഞിച്ചിരിക്കും. അത്യന്ത ദുഷ്ടനായ രാക്ഷസ ചക്രവർത്തി സ്വവശകയാകാത്ത ദേവിയെ വധിച്ചിരിക്കുമോ? അഥവാ ഭയജന്യമായ വിരൂപനേത്രങ്ങൾ, അലക്ഷ്മികൾ, വികൃതരൂപകൾ, അതിഭയങ്കര ഗാത്രികൾ, ഏറ്റവും വലിയ മുഖമുള്ളവർ, ഇത്തരത്തിലുള്ള നിശാചരികളെ കണ്ട് ഭയപ്പെട്ട് ദിവംഗതയായെന്നും വരാം. ദേവിയെ കാണാതെ കരുത്തും കാണിച്ച് വാനര സുഹൃത്തുക്കളും ഒന്നിച്ച് വളരെ ദിവസങ്ങൾ ഞാൻ കളഞ്ഞു. മഹാരാജാവായ സുഗ്രീവന്റെ സവിധത്തിൽ ചെല്ലുവാൻ എനിക്ക് യോഗ്യതയില്ല. അതിശക്തനും ഉഗ്രദണ്ഡം ഏകുന്നവനുമാണ് സുഗ്രീവൻ. ഈ അന്തപുരം മുഴുവൻ ഞാൻ കണ്ടു. ലങ്കേശ്വരൻ്റെ പത്നിമാരെ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ദേവിയെ മാത്രം കാണുന്നില്ല. ഇതുവരെ ഞാൻ ചെയ്ത യജ്ഞമെല്ലാം വിഫലമായി കഴിഞ്ഞു. മടങ്ങിയെത്തുന്ന എൻ്റെ അടുത്തേക്ക് അതിജിജ്ഞാസയോടെ ഓടിവരുന്ന വാനരന്മാരോട് ഞാൻ എന്തൊന്നാണ് പറയുക? അവർ ആകാംക്ഷയോടെ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്തെല്ലാം ചെയ്തു, എല്ലാം ഞങ്ങളോട് വിസ്തരിച്ചു പറയൂ എന്ന് സന്തോഷത്തോടെ ചോദിക്കും. ദേവിയെ കാണാതെ തിരിച്ചെത്തിയ ഞാൻ അവരോട് എന്തു പറയും? വയോവൃദ്ധനും കൂടിയായ ജാംബവാനോട്, യുവരാജാവായ അംഗദനോട്, ചുറ്റുപാടും നിരന്നെത്തുന്ന സുഹൃത്തുക്കളോട് നെടിയൊരു നിശ്വാസം പൂർണ്ണവിരാമമിട്ടു. വായുതനയൻ്റെ ചിന്താമാർഗം അല്പം മാറി. സർവ്വവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾക്കും ബീജമായിട്ടുള്ളത് ഉത്സാഹമാണ്. ശ്രേഷ്ഠ സുഖത്തിന് നിധാനവും ഉത്സാഹമല്ലാതെ മറ്റൊന്നല്ല. ഏതു കാര്യവും എപ്പോഴും നടക്കുന്നത് ഉത്സാഹത്താൽ മാത്രം. അതില്ലാതെ ഏതൊരാളുടെ കർമ്മവും സഫലം ആകുന്നതല്ല. അതുകൊണ്ട് അത്യുത്സാഹത്തോടെ തന്നെ ഞാൻ സീതാദേവിയെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയാണ്. രാവണന്റെ അധീനത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും അന്വേഷിക്കട്ടെ. പാനശാലകളിൽ, പുഷ്പഗൃഹങ്ങളിൽ, ചിത്രശാലകളിൽ, ക്രീഡാമന്ദിരങ്ങളിൽ, ആരാമങ്ങളിൽ, രഹസ്യങ്ങളായ വഴികളിൽ, വിമാനഭവനങ്ങളിൽ, ഇവിടെയെല്ലാം ഒരു വക തിരഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിശ്രദ്ധയോടെ ആരായട്ടെ. ഹനുമാന്റെ ഹൃദയം ഉന്മേഷഭരിതമായി. അന്വേഷണം തുടർന്നു. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള അറകൾ, ചൈത്യങ്ങൾ, ഉൾഗൃഹങ്ങൾ തുടങ്ങിയ രഹസ്യ സങ്കേതങ്ങളിൽ ഇറങ്ങിയും കയറിയും ഇടയ്ക്കിടെ നിന്നും നടന്നും, വാതിലുകൾ തുറന്നും മുൻപോലെ അടച്ചും, ഉള്ളിൽ കടന്നും വെളിയിലേക്ക് പോന്നും, വീണ്ടും മേൽപോട്ട് ചാടി കയറിയും, സംശയിച്ച് കീഴ്പോട്ട് തന്നെ ഇറങ്ങിയും, ചെറിയൊരു സ്ഥലം പോലും വിടാതെ മഹാകപീശ്വരൻ ചുറ്റി സഞ്ചരിച്ചു. 4 വിരൽ തികച്ചും ഉള്ളൊരു സ്ഥലം പോലും ഹനുമാന്റെ കണ്ണിൽ നിന്ന് ഒഴിവായില്ല. എത്താതെയും ഇരുന്നില്ല. 2 മതിലുകളുടെ മധ്യത്തിലുള്ള വഴികൾ, ചൈത്യങ്ങളിലെ തറകൾ, കുളങ്ങൾ, പൊയ്കകൾ എന്നിവ കൂടി മാരുതി മറന്നില്ല. പലതരത്തിൽ ഉള്ളവരും ഭയങ്കര വിരൂപികളുമായ അനേകം രാക്ഷസികളെ ഹനുമാൻ കണ്ടു. പക്ഷെ അവിടെയെങ്ങും ജനകാത്മജയില്ല. ഭൂലോകത്തിൽ അതുല്യ സൗന്ദര്യമെന്ന വിദ്യാധര സ്ത്രീരത്നങ്ങളെ വളരെയധികം മാരുതി കണ്ടു. എന്നാൽ അവിടെയെങ്ങും ശ്രീരാമധർമ്മപത്നിയില്ല. പൂർണ്ണചന്ദ്രവദനകളായ നാഗാംഗനാരത്നങ്ങളെ വായുപുത്രൻ കണ്ടു. തഗ്നീരത്നമായ മൈഥിലി ദേവിയില്ല. അസുരേന്ദ്രൻ ബലാൽ കൊണ്ടുവന്ന ഉരകേന്ദ്ര സ്ത്രീരത്നങ്ങളെ ആഞ്ജനേയർ അനേകം കണ്ടു. വിദേഹാധിപ കുമാരിയില്ല. ഉത്തമകളായ കാമിനീമണികളെ കൂട്ടം കൂട്ടമായി കണ്ടിട്ടും ദേവിയെ മാത്രം കാണാഞ്ഞപ്പോൾ വീരമാരുതിയുടെ ഹൃദയം അഴലിന് അടിമപ്പെട്ടു. കവീന്ദ്രന്മാർ എന്തിനും ഒരുങ്ങിയതും മഹാസമുദ്രത്തെ ചാടിക്കടന്നതും വെറുതെയായി തീർന്നുവോ? ചിന്തകൾ പലതും ഉയർന്നു. വിമാനത്തിൻ്റെ ഉത്തുംഗഭാഗത്തിൽ നിന്നിറങ്ങി ദുഃഖനിശ്വാസങ്ങൾ അടിക്കടി ഉയർന്നു. മനസ്സാകെ ഇടിഞ്ഞു. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആഞ്ജനേയർ ഉയർന്ന മതിലിൽ കൂടി കാർമേഘ മധ്യത്തിൽ ഇടിമിന്നൽ പോലെയായി ഓടിപ്പോയി. അരമനയുടെ വെളിയിൽ ഏകാന്തമായൊരു സ്ഥലത്തിൽ കപീശ്വരൻ ഇരുന്നു. സീതാദേവിയെ കാണാത്തതിനാൽ സ്വയം പറഞ്ഞു തുടങ്ങി. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വേണ്ടി ലങ്കയിൽ ഒട്ടേറെ സ്ഥലങ്ങളും ഞാൻ ചുറ്റി നടന്നു നോക്കിക്കഴിഞ്ഞു.
സർവാംഗ സുന്ദരരത്നമായ ദേവിയെ ഇതുവരെയും കണ്ടതുമില്ല. ചെറിയ പൊയ്കകൾ, തടാകങ്ങൾ, വലിയ സരസുകൾ, ചെറു തോടുകൾ, വെള്ളം ധാരാളമുള്ള അരണ്യങ്ങൾ, ആഴമേറിയ നദികൾ, ദുർഗമങ്ങളായ മഹാഗിരികൾ എന്നിവിടങ്ങളിലെല്ലാം ലങ്കാരാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഞാൻ തിരഞ്ഞു. ദേവിയെ കണ്ടെത്തിയില്ല. പക്ഷിരാജനായ സാമ്പാതി പറഞ്ഞത് ദേവി രാവണ ഭവനത്തിൽ ഉണ്ടെന്നാണല്ലോ. എന്നാൽ ദേവിയെ കാണുന്നില്ല. വിദേഹ മഹാരാജാവായ ജനകരാജ ഋഷിയുടെ സീമന്തപുത്രി സീതാദേവി നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാവണന് ഇണങ്ങിയോ? അസുരേശ്വരൻ അതിദുഷ്ടനാണ്. ഉപദ്രവം കഠിനമായിരിക്കും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.